പാർട്ടി ഐഡിയോളജി എങ്ങനെ വിലയിരുത്താം? നമ്മൾ കാണാതെ പോകുന്ന സത്യം. നിങ്ങളൊരു പാർട്ടിയെ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾ അവരുടെ ഐഡിയോളജി പിന്തുണയ്ക്കുന്നുവോ, അല്ലെങ്കിൽ ഒരു നേതാവിനെയോ ഒരു വികാരത്തെയോ ഒരു ഇമേജിനെയോ മാത്രം പിന്തുടരുന്നുവോ? കാരണം ഒരു പാർട്ടിയുടെ യഥാർത്ഥ ശക്തി അവരുടെ നേതാക്കളിലല്ല, അവരുടെ ഐഡിയോളജിയിലാണ്. എല്ലാവർക്കും പ്രചോദനം ലൈഫിലേക്ക് സ്വാഗതം. ഒരു യുവാവ് രാഷ്ട്രീയത്തിൽ താൽപ്പര്യം തുടങ്ങുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു പാർട്ടിയുടെ വീഡിയോകൾ കാണുന്നു. വളരെ ശക്തമായ പ്രസംഗങ്ങൾ, ആകർഷകമായ വിഷ്വൽസ്. അവൻ പതിയെ ആ പാർട്ടിയെ പിന്തുണയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു ദിവസം അവന്റെ ഒരു സുഹൃത്ത് ചോദിക്കുന്നു, "നീ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ ഐഡിയോളജി എന്താണ്?" അവൻ മിണ്ടാതെ നിന്നു. കാരണം അവൻ പിന്തുണച്ചത് ഒരു ചിന്തയെയല്ല, ഒരു ഫീലായിരുന്നു. ഐഡിയോളജി എന്താണ്? ഒരു പാർട്ടിയുടെ ഐഡിയോളജി എന്നത് അതൊരു ചിന്താഗതിയാണ്. രാജ്യം എങ്ങോട്ടു പോകണം, സമൂഹം എങ്ങനെ രൂപപ്പെടണം, സമ്പത്ത് എങ്ങനെ പങ്കിടണം, അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, ആരാണ് മുൻഗണന? ഈ ചോദ്യങ്ങൾക്ക് അവർ നൽകുന്ന ഉത്തരമാണ് ഐഡിയോളജി. പാർട്ടി മാറാം, നേതാക്കൾ മാറാം, പക്ഷേ ഐഡിയോളജി മാറാതെ നിൽക്കും. വാഗ്ദാനങ്ങൾ എല്ലാ പാർട്ടികളും നൽകും, പക്ഷേ ഐഡിയോളജിയാണ് ആ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പാക്കും എന്ന് തീരുമാനിക്കുന്നത്. ഒരാൾ സൗജന്യ പദ്ധതികൾ വാഗ്ദാനം ചെയ്യും, മറ്റൊരാൾ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകും. ഇവ രണ്ടും വാഗ്ദാനങ്ങൾ മാത്രമല്ല, ഇവ ഐഡിയോളജിയുടെ പ്രകടനമാണ്. ഐഡിയോളജിയില്ലാത്ത രാഷ്ട്രീയം. ഒരു പാർട്ടിക്ക് വ്യക്തമായ ഐഡിയോളജി ഇല്ലെങ്കിൽ അത് സാധാരണയായി അധികാരത്തിനായി മാത്രം പ്രവർത്തിക്കും എന്നതാണ് സത്യം. സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ തെരഞ്ഞെടുപ്പിലും നിലപാട് മാറും. ഇന്നലെ പറഞ്ഞത് ഇന്നു മറക്കും. വാഗ്ദാനങ്ങൾ കൺസിസ്റ്റൻസിയില്ല. ദീർഘകാല വിഷൻ ഇല്ല. അതൊരു ദിശയില്ലാത്ത കപ്പൽ പോലെയാണ്. ഐഡിയോളജി തിരിച്ചറിയാനുള്ള 5 പ്രധാന മാർഗങ്ങൾ നോക്കാം. 1. മാനിഫെസ്റ്റോ സ്റ്റഡി. തെരഞ്ഞെടുപ്പിൽ പറയുന്ന കാര്യങ്ങൾ ദീർഘകാല വിഷൻ ഉണ്ടോ? പ്രാക്ടിക്കലാണോ? 2. ഹിസ്റ്റോറിക്കൽ ആക്ഷൻസ്. പാർട്ടി അധികാരത്തിലുണ്ടായപ്പോൾ എന്താണവർ ചെയ്തത്? അവരുടെ തീരുമാനങ്ങൾ ഐഡിയോളജിയുമായി ഒത്തുപോകുന്നുണ്ടോ? 3. ലീഡേഴ്സ് സ്പീച്ചസ് കൺസിസ്റ്റൻസി. നേതാക്കളുടെ പ്രസംഗങ്ങൾ. അവർ ഏത് വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? കൺസിസ്റ്റന്റാണോ? അല്ലെങ്കിൽ ക്രൗഡ് അനുസരിച്ച് മാറുന്നുണ്ടോ? ആരാണ് അവരുടെ പ്രധാന ശ്രദ്ധ? 4. പോളിസി ഡിസിഷൻസ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇക്കോണമി. പോളിസീസ് ഐഡിയോളജി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? വാക്കും പ്രവൃത്തിയും ഒത്തുപോകുന്നുണ്ടോ? 5. പാർട്ടി താഴത്തെ തലത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ഐഡിയോളജി നോക്കാതെ വികാരത്തിൽ തീരുമാനിക്കും. ഒരാളുടെ സ്പീച്ച് ഇഷ്ടപ്പെട്ടു, ഒരു വൈറൽ വീഡിയോ കണ്ടു, ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്തു, മതം, ജാതി, ഒരു ഹേറ്റഡ് ഫീലിംഗ് ഉണ്ടായി. പക്ഷേ വികാരം താൽക്കാലികമാണ്, ഐഡിയോളജി ദീർഘകാലം. ഒരു തെറ്റായ ഐഡിയോളജി വർഷങ്ങളോളം സമൂഹത്തെ ബാധിക്കും. ഐഡിയോളജി തെറ്റായാൽ എന്ത് സംഭവിക്കും? പോളിസീസ് ജനങ്ങൾക്കെതിരായി മാറും. വികസനം അസമമായിരിക്കും. അസമത്വം വർദ്ധിക്കും. ഫ്രീഡം കുറയും. സമൂഹത്തിൽ ഡിവിഷനുണ്ടാകും. നിരാശ, രാഷ്ട്രീയ ധ്രുവീകരണം. അവസാനം നാം ചോദ്യം ചെയ്യാൻ പോലും മടിക്കും. ഒരു ഐഡിയോളജി തെറ്റായാൽ അതിന്റെ വില ഒരു തലമുറ അനുഭവിക്കേണ്ടിവരും. ഒരു ബോധമുള്ള പൗരൻ പാർട്ടിയുടെ ലോഗോ നോക്കില്ല, കളർ നോക്കില്ല, വാഗ്ദാനം മാത്രം കേൾക്കില്ല. അവൻ ചോദിക്കും, ഈ പാർട്ടിയുടെ ഐഡിയോളജി എന്താണ്? അതെന്റെ സമൂഹത്തിന് ഗുണകരമാണോ? ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുന്നത് എളുപ്പമാണ്, പക്ഷേ ഒരു ഐഡിയോളജി മനസ്സിലാക്കുന്നത് കഷ്ടമാണ്. പക്ഷേ ഒരു പാർട്ടിയെ തെരഞ്ഞെടുക്കുമ്പോൾ നാം ചോദിക്കേണ്ടത് ഈ പാർട്ടി എന്താണ് പറയുന്നത് എന്നല്ല, ഈ പാർട്ടി എന്താണ് വിശ്വസിക്കുന്നത് എന്ന്. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഭാവിയെയല്ല, ഒരു വികാരമാണ്.
ശരിയായ ഐഡിയോളജി തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ ശരിയായ രാഷ്ട്രം രൂപപ്പെടും. ബോധമുള്ള വോട്ട് കേരളത്തിന്റെ ഭാവി. പ്രിയരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.